ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ, എന്റെ കൂടെ പറയാം. ബൈ ബൈ. ഇതാണ് സംഭവം. ഈ ഒരു മരം നിറയെ തുരുതുരാന്ന് മുന്തിരിക്കൊലകൾ പോലെ പിടിച്ചെടുക്കണ ഈ ഒരു ഫ്രൂട്ട് കണ്ടോ? ഈ ചൂടത്ത് ഇവിടെ ഇഷ്ടം പോലെ ഈത്തപ്പഴം ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഈ ചൂടത്ത് നിറയെ ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത്. ഇവിടെയൊക്കെ ഒട്ടുമിക്ക വീടുകളിലും റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഈ മരം നിൽക്കണം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫ്രൂട്ട് കഴിക്കാൻ പറ്റേണ്ടതാണെന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എപ്പോഴും ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഇത് എന്ത് കായാണെന്ന് ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം മാർക്കറ്റിൽ പോയപ്പോഴാണ് ഈ സെയിം സാധനം അവിടെ നല്ല റേറ്റിന് വിൽക്കുന്നത് കണ്ടത്. ആളുകളൊക്കെ ഇഷ്ടംപോലെ വാങ്ങുന്നുണ്ട്. അങ്ങനെ അവിടെ കച്ചവടം ചെയ്യുന്ന ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണെന്ന് പറഞ്ഞത്. നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് വളരെ നല്ലതാണെന്നാണ് പറഞ്ഞത്. ഗ്യാസിന്റെ പ്രശ്നമുള്ളവർക്ക്, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ ഈ ഫ്രൂട്ട് വളരെ നല്ലതാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ നിന്നില്ല. നമ്മുടെ ഫ്ലാറ്റിന് തൊട്ടടുത്ത് തന്നെ ഇത്രയും വലിയൊരു മരമുള്ളപ്പോൾ പിന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങണ്ടല്ലോ. അങ്ങനെ അവിടുന്ന് നേരെ ഈ മരത്തിന്റെ അടുത്തേക്ക് പോരുന്നു. ഓരോന്ന് പൊട്ടിച്ച് കഴിച്ച് നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ പുറത്തെ തോട് പൊട്ടിച്ചിട്ട് ഉള്ളിലുള്ളതാണ് കഴിക്കുക. അതൊരു പശ പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇതിന് ഗംബറി എന്നാ പറയാ. പിന്നെ ഇതിന് ലസൂഡ, ലസൂരി അങ്ങനെ പല പേരുകൾ പറയപ്പെടുന്നുണ്ട്. ഇതിൽ ഏതാ കറക്റ്റ് ചെയ്തൊന്നും എനിക്ക് അറിയില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതിന് എന്താ പറയാ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഫ്രൂട്ട് ഉണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഫ്രൂട്ട് കണ്ടിട്ടോ കഴിച്ചിട്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇതുപോലെ പഴുത്തതും കഴിക്കാം, അതുപോലെ പച്ചക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ഉപ്പിലിട്ടിട്ടോ അച്ചാറിട്ടിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പഴുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ട്. പിന്നെ കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഗമ്മ് പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് ഒരു പ്രത്യേക രസമാണ് കഴിക്കാൻ. ഞങ്ങൾ ആദ്യമായിട്ട് ഇത് പൊട്ടിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കുറേ ആൾക്കാർ വണ്ടിയിലൊക്കെ വന്നിട്ട് ഇത് പൊട്ടിച്ച് ഇഷ്ടംപോലെ കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും ഞങ്ങളും കുറച്ചധികം പൊട്ടിച്ച്. എന്നാൽ ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണെന്ന് ഇത്ര നാൾ അറിഞ്ഞില്ലല്ലോ.